നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഖത്തറും തമ്മിൽ ദീർഘകാലത്തെയും ആഴത്തിൽ വേരോടിയതും വ്യത്യസ്ത തലങ്ങളിലുമുള്ള ബന്ധമാണുള്ളതെന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ പറയുകയുണ്ടായി. ഡിസംബർ 18-ന് ഖത്തർ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട ഖത്തർ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപാരത്തിലൂടെയും സാംസ്കാരിക കൈമാറ്റത്തിലൂടെയുമാണ് ഇരു രാജ്യവും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യത്തിനും പരസ്പര പങ്കാളിത്തത്തോടെ നേട്ടങ്ങൾ കൊയ്യാനായതും ഉന്നതതല സന്ദർശനങ്ങൾ ഇരുഭാഗത്തും നടന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ വലിയ ഊർജ്ജ പങ്കാളിയാണ് ഖത്തറെന്ന് അംബാസിഡർ ഊന്നി പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇരു രാജ്യവും തമ്മിൽ മികച്ച വളർച്ചയാണ് അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019-നെ ഇന്ത്യ ഖത്തർ സാംസ്കാരിക വർഷമായി പ്രഖ്യാപിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച അംബാസിഡർ 40ഓളം പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം വിജയകരമായി സംഘടിപ്പിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി. ഖത്തറെ അധികൃതരുടെ മികച്ച സഹകരണത്തോടെയാണ് പരിപാടികൾ നടത്തിയത്. വരും വാരങ്ങളിൽ ഏതാനും പ്രധാന സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി ഇന്ത്യൻ സമൂഹത്തിന് ഖത്തർ നൽകുന്ന ആതിഥേയത്വത്തിനും പിന്തുണയ്ക്കും രാജ്യത്തിന്റെ ഭരണാധികാരികളോടും നേതൃത്വത്തോടും അദ്ദേഹം നന്ദി അറിയിച്ചു. വലുതും വ്യത്യസ്തവുമായ ഇന്ത്യൻ സമൂഹം ഖത്തറിൽ അച്ചടക്കത്തോടെയും കഠിനാധ്വാനികളായും നിയമമനുസരിച്ചും ജീവിക്കുന്നതിൽ അഭിമാനമുണ്ട്. അതിന്റെ ഫലമായാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹം വർഷങ്ങൾ കൊണ്ട് 7.5 ലക്ഷമായത്. തുടർന്നും രാജ്യത്തെ സേവിക്കാനും സുസ്ഥിരതയും വികസനവും നിർവഹിക്കാനും ഇന്ത്യക്കാർക്ക് അവസരങ്ങൾ ഒരുക്കണമെന്നും അംബാസിഡർ അപേക്ഷിച്ചു. ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഇന്ത്യൻ സമൂഹം പ്രതിജ്ഞാബദ്ധരാണ്. പുതിയ ഉയരങ്ങൾ താണ്ടാൻ ഇരു രാജ്യത്തിന്റെയും ബന്ധങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ആശംസിച്ചു. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി, പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി, ഭരണകൂടത്തിലെ മറ്റംഗങ്ങൾ, ഖത്തർ സർക്കാർ പ്രതിനിധികൾ, ഖത്തറിലെ ജനങ്ങൾ തുടങ്ങിയവരും ഇന്ത്യൻ അംബാസിഡർ അഭിനന്ദിച്ചു. ഖത്തറിലെ ജനങ്ങൾ തുടങ്ങിയവരെയും ഇന്ത്യൻ അംബാസിഡർ അഭിനന്ദിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.